Hey guys, welcome back to Pitch Report. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിന്റെ 21ാം നൂറ്റാണ്ടിലെ അതായത് 21st സെഞ്ചുറിയിലെ ടോപ്പ് 10 സൈനിങ്സ് ആണ് കേട്ടോ. അതായത് ഏറ്റവും ബെസ്റ്റ് 10 സൈനിങ്സ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫുട്ബോൾ ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫുട്ബോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ കണ്ടന്റിലേക്ക് കടക്കാന്നുള്ളതാണ്. റയൽ മാഡ്രിഡിന്റെ 21ാം നൂറ്റാണ്ടിലെ ടോപ്പ് 10 പ്ലേയേഴ്സ്, അതായത് ടോപ്പ് 10 സൈനിങ്ങുകൾ. നമ്പർ 10th പൊസിഷനിലുള്ളത് ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. 2023 ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്നാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സൈൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സീസണിൽ യാൻ ഡെമോണ്ടെ സൈൻ ചെയ്യുന്നതിന് മുമ്പ് വരെ ജൂഡ് ബെല്ലിംഗ്ഹാം ആയിരുന്നു റയലിൻ്റെ ഹിസ്റ്ററിലെ ഏറ്റവും ടോപ്പ് സാലറി പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്നുള്ളത് കേട്ടോ. 125-127 മില്യൺ ആണ് റയൽ ബെല്ലിംഗ്ഹാമിനെ സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് വന്നിട്ടുള്ള സീസണിൽ തന്നെ റയലിൻ്റെ കൂടെ ചാമ്പ്യൻസ് ലീഗ് നേടാൻ പറ്റി. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലെ ബെസ്റ്റ് യങ്ങസ്റ്റ് പ്ലെയർ എന്നുള്ളൊരു അവാർഡൊക്കെ നേടി. റയലിൻ്റെ ഭാവി വാഗ്ദാനങ്ങളിൽ ഒന്നാണെന്നുള്ളൊരു സംഭവം ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ ബെല്ലിംഗ്ഹാമിനെ പറ്റി നടത്തി എന്നുള്ള കേട്ടോ. അയാളുടെ പെർഫോമൻസും അയാളത് തെളിയിക്കുകയും ചെയ്തു. ആൻഡ് സ്റ്റിൽ ഹീസ് ടു ഗുഡ് എന്നുള്ള കേട്ടോ. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അയാൾ ടോപ്പ് സ്കോറർ പട്ടികയിൽ ഒരു മിഡ്ഫീൽഡർ കൂടി ആയിട്ടുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം 6ാമതൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് റൈറ്റ് നൗ ഹീസ് ഇൻ വെരി ബെസ്റ്റ് ഫോം എന്നുള്ളതാണ്. അത് ഈ ഒരു സീസണിൽ റയലിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇനി നമുക്ക് നമ്പർ 9th പൊസിഷനിലുള്ള ആരാ നോക്കാം. സാബി അലൻസോ. 2009 ലിവർപൂളിൽ നിന്നാണ് സാബി അലൻസോയെ റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവരുന്നത്. റയലിൻ്റെ ഹിസ്റ്ററിയിലെ തന്നെ വലിയൊരു നായികക്കല്ലായിട്ടുള്ള ലാ ഡെസിമ, അതായത് 10ാമത്തെ UCL നേടിയ സ്ക്വാഡിലെ അംഗം കൂടിയാണ് സാബി അലൻസോ. ആൻഡ് ബെസ്റ്റ് പ്ലേ മേക്കർ എവർ എന്നുള്ളത് കേട്ടോ. ഒന്നും പറയാനില്ല. അയാൾക്ക് പകരക്കാരനായിട്ട് റയലിന് ഇതുവരെ ഒരാളെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം അയാളൊരു പകരക്കാരനില്ലാത്ത അമരക്കാരനാണെന്നുള്ളതാണ്. അതായത് റയലിൻ്റെ ടോപ്പ് 10 സൈനിങ്ങുകളിൽ നമ്പർ 9th പൊസിഷനിലുള്ളത് സാബി അലൻസോ. ഇനി നമുക്ക് നമ്പർ 8th പൊസിഷൻ നോക്കാം. തിബോ കോർട്ടുവ. 2018 ചെൽസി നിന്നാണ് തിബോനെ റയൽ മാഡ്രിഡ് ഇങ്ങോട്ട് റാഞ്ചുന്നത്. അതിനു മുമ്പ് തിബോ ചെൽസിക്ക് പോകുന്നതിന് മുമ്പ് അത്ലറ്റിക്കോ മാഡ്രിഡിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് റയലിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം റയലിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൈനിങ്ങുകളിലൊന്ന് 8th പൊസിഷൻ ആണോ എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ പറയാം. കാരണം ഇതിലും ബെസ്റ്റ് പ്ലേയേഴ്സ് റയൽ വന്നു പോയിട്ടുണ്ടാക്കാം, കാരണം വലിയ ക്ലബ്ബല്ലേ. ആൻഡ് എന്തെന്നായാലും ഇത് ഈ ഒരു ടോപ്പ് 10 വരേണ്ട സൈനിങ് തന്നെയാണ്. കാരണം നമുക്കറിയാലോ റയൽ മാഡ്രിഡ് ഫാൻസിനെ സംബന്ധിച്ച് തിബോ കോർട്ടുവ ആരാന്നുള്ളത്. ഈ കഴിഞ്ഞ 2 സീസൺ മാത്രം നോക്കിയാൽ മതി. കാരണം റയലിൻ്റെ ഫ്ലോപ്പായിട്ടിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു 2 സീസൺ, ഈ കഴിഞ്ഞ 2 സീസൺ എന്ന് പറഞ്ഞാൽ റയലിനെ സംബന്ധിച്ചൊരു ട്രോഫിലെസ് സീസണാണ്. എന്നിട്ട് പോലും അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മാച്ചുകളിൽ തിബോ കോർട്ടുവ എന്ന് പറഞ്ഞ പ്ലെയർ, ആ ഒരു ഗോൾ കീപ്പർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ റയൽ നാണം കെട്ടിട്ട് പല മാച്ചുകളും തോറ്റുപോയെന്നുള്ളതാണ്. കാരണം ഇയാളുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു കോർ ലെവൽ അല്ലെങ്കിൽ ഒരു പീക്ക് ലെവൽ നമ്മൾ പല മാച്ചുകളും ക്രൂഷ്യൽ മാച്ചുകളിൽ കണ്ടെന്നുള്ളതാണ്. കാരണം ചില മാച്ചുകളിൽ ഇയാൾ തന്നെ ഉള്ളൂ കളിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നത് തിബോ കോർട്ടുവ മാത്രമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിലൊക്കെ വെരി ബെസ്റ്റ് സൈനിങ് എടാ. അത് നമ്പർ 8th പൊസിഷൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ ഒരു സൈനിങ്. കാരണം റയലിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർമാരെ ഒരാളെ പേരെടുത്ത് നോക്കിയാൽ ടോപ്പ് 5 ഈ ഒരു പേര് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. തിബോ കോർട്ടുവ എന്നുള്ളത് ഒന്നും പറയാനില്ല, ഒരു W ലെവൽ സൈനിങ് ആണത്. ആൻഡ് ഇനി 7th പൊസിഷനിലുള്ളത് കസമിറോ. 2013 സാവോപോളോ, ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള സാവോപോളോ എന്നാണ് റയൽ സൈൻ ചെയ്യുന്നത്. യെസ്, അതിനുശേഷം സിദാൻ പോളിഷ് ചെയ്തെടുത്തിട്ടുള്ള സിദാൻ്റെ ടാങ്കർ ലൂക്കാ മോഡ്രിച്ചും ടോണി ക്രൂസും കസമിറോയും അണിനിരന്നിട്ടുള്ള മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് റയലിൻ്റെ പ്രൈം മിഡ്ഫീൽഡ് ആണെന്നുള്ളതാണ്. അവരെ ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവരൊരു ഫൈനലിൽ തോറ്റതില്ല, ആ ഒരു കോംബോ ഫൈനലിൽ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. ഒരു അൺബീറ്റൻ റെക്കോർഡൊക്കെ ഉള്ളൊരു മിഡ്ഫീൽഡാണ്. ഇതൊരു വർത്ത് സൈനിങ് ആണെന്നുള്ളതാണ്. കാരണം ബെസ്റ്റ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഇൻ ദ വേൾഡ്, ഒന്നും പറയാനില്ല, പീക്ക്. ഇനി നമുക്ക് നമ്പർ 6 പൊസിഷനിൽ ആരാ നോക്കാം. വിനീഷ്യസ് ജൂനിയർ. ഈ ഒരു സൈനിങ് റയലിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ബെസ്റ്റ് സൈനിങ്ങുകളിൽ ടോപ്പ് 5 വരേണ്ട സൈനിങ് ആണ്. 6th ഹൈപ്പ് എനിക്ക് വിഷമമുണ്ട് കേട്ടോ. കാരണം വിനീഷ്യസ് ജൂനിയർ വരുമ്പോൾ യാതൊരു ഹൈപ്പും വിനീഷ്യസ് ജൂനിയറിലേനും കേട്ടോ. ആൻഡ് റൈറ്റ് നൗ 375 മത്സരങ്ങളിൽ നിന്ന് 128 ഗോളുകൾ, 100 അസിസ്റ്റുകൾ. ആൻഡ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വിങ്ങർമാരിൽ, ലെഫ്റ്റ് വിങ്ങർമാരിൽ ഒരാൾ കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ എന്നുള്ളത് കേട്ടോ. ക്രിസ്ത്യാനോയ്ക്ക് ശേഷം 6ാമത്തെ സീസൺ അങ്ങനത്തെ ഒന്ന് കളിക്കാൻ ഒരു റെക്കോർഡ് കൂടി വിനീഷ്യസ് ജൂനിയറിനുണ്ട്.
വിനീഷ്യസ് ജൂനിയർ നമ്പർ 6 പൊസിഷനിലുള്ളത് ബെസ്റ്റ് സൈനിങ് ആണ്. പെരസ് എന്ന് പറഞ്ഞ റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഭയങ്കര ബുദ്ധിയുള്ളതാണ്. ആൻഡ് ഇയാൾക്ക് ബ്രസീൽ പ്ലേയേഴ്സിനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമാണ്. ആ ഒരു ഇതിലാണ് വിനീഷ്യസിനെ ഫ്ലെമിംഗോ എന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്. ആൻഡ് അത് ഒരു ബെസ്റ്റ് ഡിസിഷൻ. കസമീറോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആണെന്നുള്ള. ആൻഡ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 5th പൊസിഷൻ. ഇത് സംതിങ് സ്പെഷ്യൽ. അതായത് 5th അങ്ങോട്ട് നമുക്ക് കുറച്ച് അധികം ഫേവറേറ്റ് പ്ലേയേഴ്സ് ആയിരിക്കുമല്ലോ. 5th പൊസിഷനിലുള്ളത് അവിടെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ എൽ ക്യാപിറ്റാനോ സെർജിയോ റാമോസ് ആണെന്നുള്ളതാണ്. 2005 സെവില്ലയിൽ നിന്ന് റാമോസിനെ റയൽ സ്വന്തമാക്കുന്നത്. അതിനുശേഷം റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ റാമോസിനെ സംബന്ധിച്ച് അറിയാലോ, റാമോസ് ഭയങ്കര ഒരു ഹാർഡ് കോർ കണക്ഷന്. അതായത് ഈ ബാഡ്ജിന് 100% ചോദിച്ചാൽ 200% കൊടുത്ത ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനാണ് സെർജിയോ റാമോസ് എന്നുള്ളത്. ഇപ്പോഴും ഈ ഓർമ്മയുണ്ട് 2014 94ാമത്തെ മിനിറ്റിലൊരു ഗോള്. റയൽ ഹിസ്റ്ററിയിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർ, ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ ഞാൻ ഉറപ്പിച്ചു കേട്ടോ. ജഡ ഓറ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാല്ല. ആ 94ാം മിനിറ്റിലെ ഗോൾ മാത്രം മതി സെർജിയോ റാമോസ് എന്ന് പറഞ്ഞ പ്ലെയർ റയലിന് എത്രത്തോളം സ്നേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഒന്നും പറയാല്ല, അസാധ്യനായിട്ടുള്ള പ്ലെയർ. ഈ ഒരു സൈനിങ് സൈനിങ് 5th പൊസിഷനിലുള്ള സൈനിങ് സെർജിയോ റാമോസിൻ്റെ സൈനിങ് ലെവൽ സൈനിങ് ആവാൻ. ഇനി നമുക്ക് 4th പൊസിഷനിൽ ആരാക്കാം. 2009 ഒളിമ്പിക് ലിയോൺ എന്നാണ് ഈ ഒരു സൈനിങ് റയൽ നടത്തുന്നത്. അതായത് ക്രിസ്ത്യാനോ ബെൻസിമ BBC. ഇതിലെ കരീം ബെൻസിമ, ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കരീം ബെൻസിമ 2009 റയൽ നടത്തിയിട്ടുള്ള സൈനികളിലൊന്ന്, റയലിൻ്റെ എക്കാലത്തെയും ഹിസ്റ്റോറിക് സൈനികളിലൊന്നാണ് കേട്ടോ. കാരണം 350 പരം ഗോളുകൾ, റയലിനപ്പുറം 2-3 ചാമ്പ്യൻസ് ലീഗുകൾ, അതേപോലെ തന്നെ 2022 ബാലൻഡിയോർ വിന്നറാണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള പ്രൈം റയൽ മാഡ്രിഡിൻ്റെ 2015, 16, 17, 18 ആ ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ, ആ സ്ക്വാഡിൻ്റെ മെയിൻ അറ്റാക്കിംഗ് ഫേസുകളിലൊന്ന്. നമ്പർ 4th സൈനിങ് കരീം ബെൻസെമ. ഇനി നമുക്ക് നമ്പർ 3rd പൊസിഷനിൽ ആരാളോ നോക്കാം. ടോണി ക്രൂസ് 2014 ബയേൺ മ്യൂണിച്ച് എന്ന്, അതായത് ജർമ്മൻ ഫുട്ബോളിൻ്റെ ഈച്ചില്ലമായ, അത് ഹെറിറ്റേജ് ആയിട്ടുള്ള ബയേണിന് ടോണി ക്രൂസിനെ റയൽ സൈൻ ചെയ്യുന്നത്. ബയേൺ ഒരു ഫ്ലോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള ഒരു ആളായിരുന്നു ആ ഒരു സമയത്ത് ടോണി ക്രൂസ്. പക്ഷെ റയലിലെത്തുന്നു, അവിടുത്തെ മിഡ്ഫീൽഡ് കസമീറോയുടെ കൂടെ അതേപോലെ തന്നെ ലൂക്കാ മോഡ്രിച്ചിൻ്റെ ഒക്കെ കൂടെ ഇരുന്നിട്ട് അങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് 2024 റയൽ മാഡ്രിഡിൽ നിന്ന് ക്ലബ്ബ് വിട്ടു പോകുന്നു. ആ ഒരു ഗ്യാപ്പ്, ടോണി ക്രൂസിൻ്റെ ഒരു ഗ്യാപ്പ് ഇപ്പോഴും, അതായത് 2024 ടോണി ക്രൂസ് പോയതിനു ശേഷം 2 വർഷം കഴിഞ്ഞു, 2026 2 സീസൺ കഴിഞ്ഞു, ഇതുവരെ റയൽ മാഡ്രിഡിന് ഫില്ല് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ടോണി ക്രൂസ് എന്ന് പറഞ്ഞ പ്ലെയർ അയാൾ ഇറീപ്ലേസബിൾ ആണ് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ യാതൊരു അംശവുമില്ല. റയലിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൈനിങ്ങളിൽ നമ്പർ 3rd പൊസിഷനിൽ ജർമ്മൻ പ്ലെയർ ആയിട്ടുള്ള, അതിനുപരി റയൽ മാഡ്രിഡ് ഇതിഹാസമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ടോണി ക്രൂസ്. ഇനി 2nd പൊസിഷൻ. 2012 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ടോട്ടൻഹാം ഹോട്ട്സ്പർ എന്ന ഈ ഒരു പ്ലെയറിനെ, ഈ ഒരു ക്രൊയേഷ്യൻ പ്ലെയറിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യുന്നത്. ഇനിയിപ്പം പേര് പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദ ലെജൻഡ് ലൂക്കാ മോഡ്രിച്ച്. റയലിനപ്പുറം 6 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, പിന്നെ കസമീറോൻ്റെ കൂടെ ടോണി ക്രൂസിൻ്റെ കൂടെയൊക്കെ മിഡ്ഫീൽഡ് കാണിച്ച കാര്യം ഇനിയും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. മിഡ്ഫീൽഡ് മജീഷ്യൻ. 2025 റയൽ മാഡ്രിഡിനോട് വിട പറഞ്ഞു. ഇപ്പോൾ AC മിലാനിൽ ഇപ്പോഴും കളിക്കുന്ന AC മിലാൻ്റെ ക്യാപ്റ്റനായിട്ട് തുടരുന്നു. പ്രായം കൂടുന്തോറും വീര്യവും ചോർന്നു പോകാതെ ഇങ്ങനെ കൂടി വരികയാണ്. വൈൻ പോലുള്ളൊരു പ്ലെയറാണ് ലൂക്കാ മോഡ്രിച്ച്. ഭയങ്കര മിസ്സിങ് ആണ് ഈ പേരുകളൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 90s ആ ഒരു ടൈമുള്ള ആൾക്കാർക്കൊക്കെ 2012, 2013 ആ ഒരു ടൈമൊക്കെ കാണുമ്പോൾ റയലിൻ്റെ ഒരു പ്രൈം സ്ക്വാഡ് ഉണ്ട്, അറിയാലോ. ആ ഒരു സ്ക്വാഡിന് അല്ലാണ്ട് മിസ് ചെയ്യൊരു പേരൊക്കെ കേൾക്കുമ്പോൾ എന്നുള്ളതാണ് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം കൂടി കേട്ടോ. കാരണം ഇനിയൊരു ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ യൂട്യൂബിലൊക്കെ പഴയ വീഡിയോസ് ഇട്ട് കാണാമെന്നല്ലാതെ ലൈവായിട്ടായി കാണാൻ പറ്റില്ല. ആ ഒരു ഭയങ്കര വിഷമമുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ലൂക്കാ മോഡ്രിച്ച് ആണ് റയലിൻ്റെ 2nd ബെസ്റ്റ് സൈനിങ്, അതായത് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് 21ാം നൂറ്റാണ്ടിലെ. ഇനി നോക്കാനുള്ളത് 1st പൊസിഷനാണ്. 21ാം നൂറ്റാണ്ടിലെ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ഫുട്ബോൾ ഹെറിറ്റേജ്, ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൈനിങ്
2009 തുടങ്ങിയ അയാളുടെ റയൽ മാഡ്രിഡിൻ്റെ കൂടെയുള്ള ഒരു യാത്ര 438 മത്സരങ്ങളിൽ 450 ഗോളുകൾ, 4 ചാമ്പ്യൻസ് ലീഗുകൾ, 4 ബാലൻഡിയോറുകൾ. റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർമാരിൽ ഒരാൾ. യെസ്, ദ വൺ ആൻഡ് ഓൺലി ക്രിസ്ത്യാനോ റൊണാൾഡോ. റയലിൻ്റെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ അതിലൊന്നാമനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള പേരുണ്ട് എന്നുള്ളതാണ്. അത് ആസ് യൂഷ്വൽ അത് അങ്ങനെ തന്നെ വരാനും പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം അയാൾക്ക് മേലേക്ക് വെക്കാൻ പറ്റിയ പേരുകളൊന്നും തന്നെ ഇന്ന് ലോക ഫുട്ബോളിൽ ഇല്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ള സത്യം. എന്തൊക്കെ തന്നെ ആയാലും നമ്പർ 1 പൊസിഷനിൽ, അതായത് ഫസ്റ്റ് പൊസിഷനിലുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ പോർച്ചുഗീസ് താരമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് റയലിൻ്റെ 21ാം നൂറ്റാണ്ടിലെ ടോപ്പ് 10 പ്ലേയേഴ്സ് ലിസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങളോടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഹലോ മാഡ്രിഡ്.